ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആനിൽ അഹ്സനുൽ ഖസസ് എന്ന് വിശേഷിപ്പിച്ച ഒരേ ഒരു അധ്യായം അഥവാ ഏറ്റവും നല്ല കഥ എന്ന് വിശേഷിപ്പിച്ചത് മഹാനായ യൂസുഫ് നബിയുടെ ചരിത്രത്തെ സംബന്ധിച്ച. മഹാനായ യൂസുഫ് നബിയുടെ ചരിത്രം അതിഗംഭീരമാണ്, വളരെയേറെ രസകരമായ ചരിത്രം. മഹാനായ യൂസുഫ് നബിയെ സുലൈഖ സ്വപ്നത്തിലൂടെ ചെറുപ്പകാലത്ത് കണ്ടതും, യൂസുഫ് നബി മാലിക് എന്ന കച്ചവടക്കാരന്റെ കയ്യിൽ പെട്ടങ്ങനെ മിസ്രിൽ എത്തിയതും, മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലിഹിസ്സലാത്തു വസ്സലാം അസീസിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അസീസ് രാജാവിന്റെ കൊട്ടാരത്തിൽ മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലിഹിസ്സലാത്തു വസ്സലാം തന്റെ അടിമയായി ജീവിക്കുന്ന കാലഘട്ടം. മിസ്രിലെ റാണി ആരാ? മിസ്രിലെ റാണിയാണ് സുലൈഖ ബീവി. സുലൈഖ മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലിഹിസ്സലാത്തു വസ്സലാമിനെ പ്രേമിച്ച് അനുരാഗ കടല് എന്ന് പറയപ്പെടുന്ന ആ കടല് മൂർധന്യ ദശയിലെത്തി പലതും അവിടെ സംഭവിക്കാൻ പോകുക. പല സമയത്തായി യൂസുഫ് നബിയെ ബലമായി പിടിക്കുന്നു, തന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. പക്ഷേ മഹാനായിരിക്കുന്ന യൂസുഫ് നബി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. ഒരിക്കൽ സുലൈഖാനെ മിസ്രിലെ പെണ്ണുങ്ങൾ കളിയാക്കി. ആ സമയത്ത് ആ പെണ്ണുങ്ങളോട് പ്രതികാരം ഞാൻ തീരുമാനിച്ചുകൊണ്ട് നല്ല വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ട് സുലൈഖ മിസ്രിലെ സ്ത്രീകളൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ശേഷം ഓരോ കക്കരിക്ക കൊടുത്തു, മൂർച്ചയേറിയ കത്തികളും കൊടുത്തിട്ട് അവിടെ ഒരു പരീക്ഷണം നടത്തി. നമുക്കറിയാം, ആ പെണ്ണുങ്ങളുടെ ഇടയിലൂടെ യൂസുഫ് നബി അലിഹിസ്സലാത്തു വസ്സലാമിനോട് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞു. യൂസുഫ് നബി ഇറങ്ങി വന്നു. യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ട് അന്താടിച്ച ആ പെണ്ണുങ്ങൾ അവരുടെ കൈകൾ മുറിച്ചു. അങ്ങനെ ഒരു രംഗം നടന്നു. ഏതായാലും അതിന്റെ ശേഷം തന്റെ ദാസിയോട് സുലൈഖ വലിയ വിഷമത്തിൽ പറയാണ്, ദാസി, എന്റെ പ്രിയപ്പെട്ട യൂസുഫിനെ ഞാൻ തന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ വേണ്ടി, തന്റെ ആഗ്രഹം നിറവേറാൻ വേണ്ടി പല സമയത്തും ഞാൻ യൂസുഫിനോട് ആവശ്യപ്പെട്ടു, പക്ഷേ അവൻ അംഗീകരിക്കുന്നില്ല എന്നുള്ള സങ്കടം, ദുഃഖം പറഞ്ഞപ്പോ അവിടെ ദാസി സുലൈഖയോട് പറഞ്ഞ രസകരമായ ഒരു വാക്കുണ്ട്. മുത്തുക്കോയ തങ്ങൾ ഇങ്ങനെ പ്രതിപാദിക്കുന്നു. എങ്ങനെ? അരവി ഇപ്പടി ഉന്നി കരഞ്ഞിന്നും പരനെ അവിശ്രമ പരിശ്രമം കഴിഞ്ഞെന്നും പിറവെറ്റി സുഖം കാണാൻ കഴിഞ്ഞില്ല എന്ന് വിരുത്തി തന്റെ മതിടം കരഞ്ഞുള്ള ോളം പോലെയാക്കി തരാബിയിരിക്കുന്ന സുഖമാലേ പറഞ്ഞ പോലെ മത ചേർത്ത് കൊണ്ട് വലിയ ബംഗളവണ്ട് പണി തീർത്ത് അരിമ കെട്ടിടം ഏള് മറിവാനേ മുഴുവൻ അതുർപ്പമാർബളും നല്ല റുഹമാനേ ഉരക്കുകിൽ മോട്ടീവില്ല അജബാലേ കണ്ട് ഒരു റൂം ചമയത്തേറ്റം അഴകാലേ. ദാസിയോട് ഈ ദുഃഖം പറഞ്ഞപ്പോ ദാസി പറഞ്ഞു, റാണി നിങ്ങൾ അടങ്ങണം, ഞാനൊന്ന് നോക്കട്ടെ, ഞാനും പെണ്ണ, ഒരു കൈ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്റെ അമത്ത്, തന്റെ ദാസി എന്താ ചെയ്യുന്നേ? നിങ്ങളുടെ ആഗ്രഹം പോലെ, മനസ്സിന്റെ മണിയറയിലുള്ള ആഗ്രഹം പോലെ നിങ്ങൾക്ക് ആക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? അസീസിന്റെ നാമതാ ചേർത്ത് അസീസിന്റെ പേരിൽ ഒരു ബംഗ്ലാവ് അങ്ങോട്ട് പണിതു. അസീസിന്റെ നാമതാ ചേർത്തുകൊണ്ട് വലിയ ബംഗ്ലാവുണ്ട് പണിതീർത്ത്. ആരാണ് ഈ ബംഗ്ലാവ് പണിതീർക്കുന്നത്? ദാസി. പ്രിയപ്പെട്ടവരെ, ഈ ബംഗ്ലാവിന് അരിമ കെട്ടിടം 7 അറിവാന് വലിയ കെട്ടിടത്തിന് 7 തട്ടുകളാണ്. എല്ലാം അതിർപ്പ മാർബിളുകളെ കൊണ്ടും മറ്റും പണിതതായ കെട്ടിടം.
എന്നിട്ടോ ഉരക്കുകിൽ മുടിവില്ല അജബാലെ അണ്ട് ഒരു റൂം ചമയ തന്ന് കാലേ മരുതകാനെ ബിസുലേഖയ ചെന്ന് പുട്ടി മണക്കുന്ന പല പിക്ചർ വരച്ചെന്ന് പാട്. ഇറക്കൊരു ശരീരിനെ അലങ്കാരം ചെയ്ത് മേൽമേയിൽ ഒരുക്കി വെച്ചതിൽ ഒരുക്കി പിന്നെ നബിയെ വിളിത്താരോ മഹിളാ ഗോരുമിത്ത ഭവനത്തിൽ കടந்தாരോ. കൂട്ടി നടന്തമ്പിൽ പറവുകൾ 40 മധുകൾ നിലബിംബിൽ കരമാലിപ്പിടിറുമൊടടുത്താരെ അവളെ കാമുകൻ നബിയുമായി താനിത്താരേ. അരവി ഇപ്പടി ഉന്നിക്കരഞ്ഞെന്നും പരനെ അവിശ്രമ പരിശ്രമം കഴിഞ്ഞെന്നും പിറവറ്റി സുഖം കാണാൻ കഴിഞ്ഞില്ല എന്ന് വിരുത്തി തന്റെ മതിടം കരഞ്ഞുള്ള. പ്രിയപ്പെട്ടവരെ, 7 തട്ടുകളുള്ള സുന്ദരമായ ബംഗ്ലാവ് പണിതീർത്തുകയാണ്. അതിൽ സുന്ദരമായ ഒരു റൂം, ഉരക്കുകിൽ മുടിവില്ല അജബാലെ. ആ റൂമിന്റെ ഭംഗിയും അതിന്റെ അത്ഭുതവും പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. അങ്ങനത്തെ ഒരു റൂം. അതിന്റെ ചുമരുകളിൽ അതാ ചില ഫോട്ടോകൾ വരച്ചു വെക്കുകയാ. എന്താണ് ഫോട്ടോ? മരുതക നബി സുലേഖയെ ചെന്ന് പൂട്ടിമണക്കുന്ന പല പിക്ചർ വരച്ചു നിന്ന് സുലേഖാനെ ചെന്നിട്ട് കൂട്ടിപ്പിടിക്കുന്ന രംഗം. യൂസുഫ് നബി അങ്ങനെ ഒരു സംഭവം തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. സുലേഖാനെ ചെന്നിട്ട് അങ്ങോട്ട് കൂട്ടിപ്പിടിക്കുന്ന മുത്തി മണക്കുന്ന പല രംഗങ്ങള്, പല പിക്ചറുകള് ആ റൂമിന്റെ ചുമരുകളിലൊക്കെ അങ്ങോട്ട് വരച്ചു. നല്ല കലാകാരന്മാരുണ്ട് ഇവിടെ. പിന്നെ ഈ ജാതി ഫോട്ടോ ഒക്കെ വരക്കാൻ എല്ലാവർക്കും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവും. നല്ല സുന്ദരമായ ഫോട്ടോ. എന്താണ് ഫോട്ടോ? യൂസുഫ് നബി ചെന്നിട്ട് സുലേഖാനെ മുത്തി മണക്കുക, കൂട്ടിപ്പിടിക്കുക. ആ സുന്ദരമായ അലങ്കാരം ചെയ്ത ശരീറിന് അലങ്കാരം. ആ റൂമിൽ ഒരു കട്ടിലുണ്ട്, അലങ്കാരം ചെയ്ത കട്ടില്, പല പൂമത്തകളുള്ള സുന്ദരമായ ഒരു കട്ടില്. സുബ്ഹാന ജല്ല ജലാലു. ഒരു കീപ്പിൻ നബിയാരെ വിളിത്താരോ. എന്നിട്ട് അതിന്റെ ശേഷം ആ റൂമിലേക്ക് മഹാനായിരിക്കുന്ന യൂസുഫ് നബിയെ സുലേഖ ക്ഷണിക്കാണ്. യൂസുഫേ, യൂസുഫേ. എന്താണ് റാണി ഇതറാവോ? മഹാനായിരിക്കുന്ന യൂസുഫ് നബിക്ക് അംഗീകരിക്കല്ലാതെ രക്ഷയില്ല. കാരണം റാണിയാണ് സുലേഖ, ദാസനാണ് മഹാനായ യൂസുഫ് നബി. എന്തിനാണ് വിളിക്കണാവോ? മഹാനായിരിക്കുന്ന യൂസുഫ് നബി അതാ സുലേഖയുടെ അരികിൽ ചെന്നു. എങ്ങോട്ടാ? നമുക്ക് റൂമിൽ ഒന്ന് കയറണം. റൂമിലോ? അത് കേൾക്കുമ്പോഴേക്കും മഹാനായിരിക്കുന്ന യൂസുഫ് നബിക്ക് ഭയമാ. ഏതായാലും ആ സുന്ദരമായ ഭവനത്തിൽ കടന്നു. പുരുഷി തൂതരെ കൂട്ടി നടന്തമ്പിൽ മഹാനായിരിക്കുന്ന പ്രവാചകൻ യൂസുഫിനെ കൂട്ടിയിട്ടതാ സുലേഖ മുന്നിൽ നടക്കുകയാണ്. സുലേഖാന്റെ മുന്നിലോ പാറാവുകൾ 40, അമത്തുകൾ നിലപിമ്പില്. സുലേഖാന്റെ പിന്നിൽ യൂസുഫ് നബി, പാറാവുകളായ പെണ്ണുങ്ങൾ 40 അടിമ സ്ത്രീകൾ നിലാപിമ്പില് നേരെ പിന്നില്. സുബ്ഹാനല്ലാഹ്. ഈ ബംഗ്ലാവിന്റെ സുന്ദരമായ റൂമിലേക്ക് കയറുകയാണ്. അങ്ങനെ കരമാലിപ്പടി റൂമോടടുത്താരോ, കരമാലിപ്പാടി റൂമോടടുത്താരെ അവളെ കാമുകൻ നബിയുമായി തനിത്താരെ. കരമാലിപ്പടി റൂമോടടുത്താരെ അവളെ കാമുകൻ നബിയുമായി തനിത്താരെ. ആരേശി ചെന്നോടാന കൈപ്പിടിത്തന്ന് മോഹം അതിര് തെറ്റി മുറി കൊള്ള ബാലി തന്ന്. അരവി ഇപ്പടി ഉന്നിക്കരഞ്ഞെന്നും പരനെ ആവിശ്രമ പരിശ്രമം കഴിഞ്ഞെന്നും. ഈ റൂമിന്റെ അരികിലെത്തി. കൊട്ടാരത്തിന്റെ സുന്ദരമായ റൂമിന്റെ അരികില്, കവാടത്തിന്റെ അരികിൽ എത്തിയപ്പോ റാണി യൂസുഫ് നബിയും ഒറ്റക്കായി. ദാസിമാര് പറഞ്ഞു, ബൈ ബൈ, ഞങ്ങൾ പോകാട്ടോ. റാണിയോട് ദാസിമാര് പറയാ, ആംഗ്യം കാണിച്ചു. മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് ഒരൊറ്റ വലിയ. സുലേഖയതാ മോഹം അതിര് തെറ്റി മുറികൊള്ളാ വലിത്തൊന്ന്. ആ സുന്ദരമായ റൂമിലേക്കതാ മോഹത്തിന്റെ അതിര് തെറ്റി ക്ഷമ വരുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് മുറിയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് വലിച്ചിട്ട് വലിത്തേറ്റിയുടൻ വാതില് അടൈത്താളെ. നബിയെ വാദത്തോടെ അവള് കെട്ടി പിടിത്താളെ. കരമല്ലിപ്പടി റൂമോടടുത്താരെ അവളെ കാമുകൻ നബിയും തനിത്താരെ.
തിരുഷിത്തുതരെ കൂട്ടി നടന്തമ്പിൽ പാറാവുകൾ 40 നീലപ്പിമ്പിൽ തുലങ്കും പൊന്നബിക്ക് 40 പേരെ ശഹ്വത്തൊരുവനപ്പോളൂതിട്ട് കൊടുത്താരേ സുലൈഖാന്റെ മുഖം കൊള്ള നബി പാർത്തേ അപ്പോൾ സുമുഖിക്കുള്ളക കാമ്പിൽ പദം മൂത്തേ അരവിപ്പടി ഒന്നിക്കരഞ്ഞെന്നും പരനെ അവിശ്രമ പരിശ്രമം കഴിഞ്ഞെന്നും പിറവിറ്റി സുഖം കാണാൻ കഴിഞ്ഞില്ല എന്ന് വിരുത്തി തന്റെ മതീടം കരഞ്ഞുള്ള മഹാനായിരിക്കുന്ന യൂസുഫ് നബിയെ സുലേഖ പിടിച്ചു വലിച്ചു കൊട്ടാരത്തിന്റെ ആ സുന്ദരമായ റൂമിലേക്ക് പിടിച്ചു വലിച്ചു കയറ്റിയിട്ട് വാതിലങ്ങട്ട് കൊട്ടി അടച്ചു. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി ചുമരിലേക്കൊക്കെ നോക്കൂ, കിളിബ്യനായി. കാരണം യൂസുഫ് ചെന്നിട്ട് സുലേഖാന്റെ നഗ്നമായ ഫോട്ടോകള്, യൂസുഫ് നബി ചെന്ന് കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങള്, യൂസുഫ് നബി ആലിംഗനം ചെയ്യുന്ന രംഗങ്ങള്, യൂസുഫിന് ചുംബനാർപ്പിക്കുന്ന രംഗങ്ങളൊക്കെയാണ് ആ ചുമരുകളിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, അഹ്സനുൽ ഖസസ. യൂസുഫ് നബിയുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ രംഗങ്ങളൊക്കെ മഹാനായിരിക്കുന്ന പ്രവാചകർക്ക് ആ സമയത്ത് സുലൈഖ യഥാ കെട്ടി അങ്ങോട്ട് പിടിക്കുകയാ. കെട്ടി അങ്ങോട്ട് പിടിച്ചു. പിക്ചറുകളൊക്കെ കണ്ടപ്പോ 40 പേരെ ശഹ്വത്തൊരുവൻ അപ്പോൾ ഇട്ടുകൊടുത്താരേ. 40 പുരുഷന്മാരുടെ വികാരം മഹാനായിരിക്കുന്ന പ്രവാചകർക്ക് പരീക്ഷണാർത്ഥം അല്ലാഹു ഇട്ടുകൊടുത്തു. മഹാനായിരിക്കുന്ന യൂസുഫ് നബി ഇങ്ങനെ കൊടുത്താളുകളുടെ വികാരമൊക്കെ വന്നാ പിന്നെ അവിടെ പറയണ്ടോ? ഒരാളെ വികാരം ഉണ്ടായിട്ട് തന്നെ പത്രത്തിലെടുത്ത് നോക്കിയാലും സുബ്ഹാന ജല്ല ജലാലു എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഒരാൾക്ക് വേണ്ട ഭാഗത്ത് വികാരം ഉണ്ടായാൽ തന്നെ 60 വയസ്സായ ആളെ പോസ്കോ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. എത്രയാണ് നമ്മൾ വായിക്കുന്നത് പത്രത്തില്? എന്തൊക്കെ കുറ്റങ്ങളാണ് വരുന്നത്? അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. 20 അല്ല 40 ആളുകളുടെ ശഹ്വത്ത് ഉണ്ടായിട്ട് മഹാനാരൊക്കെ യൂസുഫ് നബി ഒന്നും ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിട്ട് സുലൈഖാന്റെ മുഖത്തേക്കൊന്ന് നോക്കി. യൂസുഫ് നബിയുടെ മുഖത്തേക്ക്, യൂസുഫ് നബി സുലൈഖാന്റെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കി. അപ്പൊ യൂസുഫ് നബിയുടെ ആ നോട്ടും പാവവും കണ്ടപ്പോ സുലൈഖ കരുതിയില്ല തന്റെ വലയിൽ യൂസുഫ് വീണു എന്ന് കരുതി. ഇങ്ങനെ സുലൈഖ ഇങ്ങനെ നിന്ന് നാണം കൊടുങ്ങ യൂസുഫേ. പക്ഷേ ആ സമയത്ത് പരൻ തന്റെ ബുർഹാൻ കനിന്തതാൽ അള്ളാഹുവിന്റെ ബുർഹാൻ അവിടെ ഉണ്ടായി. യൂസുഫ് നബിയും അല്പം വികാരത്തോടു കൂടെ നിൽക്കുന്ന രംഗം. എന്താണ് അള്ളാഹുവിന്റെ ബുർഹാൻ അവിടെ ഉണ്ടായത്? മഹാനായിരിക്കുന്ന യാക്കൂബ് നബി യൂസുഫേ എന്നൊന്ന് വിളിച്ചു. എന്നും യൂസുഫേ നീ അല്ലാഹനെ ഭയപ്പെടണമെന്ന് തന്റെ പിതാവ് പറയുന്നത് പോലെ ഒരു അശരീരി ശബ്ദം പോലെ മഹാനായിരിക്കുന്ന പ്രവാചകർ യൂസുഫ് നബിക്ക് ഉണ്ടായി, അനുഭവപ്പെട്ടു. ശഹ്വത്തുടൻ അണ്ടേ 40 ആളെ വികാരമൊക്കെ പാടെ ചോർന്നു പോയി. വികാരം കെട്ടു പോയി. അതോടുകൂടെ ഉടനാ സുലൈഖാന്റെ പിടുത്തത്തിന്ന് ഉള്ളമിൽ അലിഗന്റെ ഭയം കടന്ന് സുലൈഖാന്റെ പിടുത്തത്തിന് ഉള്ളമിൽ അലിംഗന്റെ ഭയം കടന്ന് കുതിച്ചോടി കമ്മീഷൻ പിമ്പ പാരി ഉടൻ ചാടി പിടിത്ത് അവ്വാ കഠിനാമതം കൊണ്ട് പിടിവാലിയായി കരുണർ കമിസ് കിരീടை പൊളിയാ. മഹാനായിരിക്കുന്ന പ്രവാചകർ യൂസുഫിന്റെ വികാരം ചോർന്നു പോകുകയാ, അള്ളാഹുവിനെ ഭയപ്പെടുകയാ. തന്റെ പിതാവ് യാക്കൂബ് നബി യൂസുഫിനെ അള്ളാഹനെ ഭയപ്പെടണമെന്ന് വിളിച്ചു പറഞ്ഞതുപോലെ യൂസുഫിന് തോന്നുകയാ. അതോടുകൂടെ സുലൈഖാന്റെ പിടുത്തത്തിന് ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ ആ വിളിയും അള്ളാഹുവിന്റെ ബുർഹാൻ കണ്ട് പിതാവിന്റെ വിളിയൊക്കെ പാടങ്ങട്ട് കേട്ടപ്പോ ഉള്ളിൽ ഭയം കടന്ന് ബഹുമാനപ്പെട്ടവർ അതാ കുതിച്ചോടുകയാണ്. വാതിലിന്റെ സമീപത്തേക്ക് അതാ ഓടുകയാണ്. ഓടിയിട്ട് കാര്യമുണ്ടോ? കമീസിൻ പിമ്പാ കുപ്പായത്തിന്റെ പിന്നിൽ അങ്ങോട്ട് കയറി പിടിക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു ഓടിയപ്പോ സുലൈഖ എന്ത് ചെയ്തു? കുപ്പായത്തിന്റെ കമീസിന്റെ പിൻഭാഗത്ത് കയറി അങ്ങോട്ട് പിടിച്ചു. ആടിയോടിയൊപ്പം കൂടി കുപ്പായം കീറി, തങ്ങളെ കുപ്പായം കീറി. ആടിയോടിയൊപ്പം കൂടി കുപ്പായം കീറി, തങ്ങളെ കുപ്പായം കീറി. പഴയ കാലത്തൊക്കെ നമ്മൾ ഉമ്മമാര് പാടിയിരുന്നു. അതെന്നെ ഇവിടെ സംഭവിച്ചത്. കുപ്പായം അങ്ങോട്ട് കീറി, ഒന്നായിട്ട് അങ്ങോട്ട് കീറിപ്പോയി.
സുബ്ഹാനല്ലാഹ്, ഖമീസ് കീറിടെ പൊളിയായി. അവിടെ മതം കൊണ്ട് പിടിപരിവായി. യൂസുഫിനെ ഇങ്ങോട്ട് വലിക്കുമ്പോ യൂസുഫ് നബി അങ്ങോട്ട് പോണു. ഈ ജാതി പുടിയും വലിയും ആകപ്പാടെ ബഹളം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പിന്നെ വലിയും പിടിയും എല്ലാം കൂടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റേ ആള് വരുന്നത്. തുറന്ന് വാതിൽ. അസീസ് രാജാവ് പുതിയ ബംഗ്ലാവല്ലേ, അവളെ റൂം അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാ. അന്തം വിട്ട് അന്താളിച്ച് അന്തം വിട്ട് കുന്തം മുടുങ്ങി നിൽക്കുക. കാരണം എന്താ? രംഗം മോശ. എങ്ങനെയാണ് സുലേഖ നിൽക്കുന്നത്? വേഷം കനിന്തിക്കോൻ സുലൈഖയോട്, പെണ്ണെ ഇതെന്തോരു അതിർപ്പം ചോട്, ആശാമുറിഞ്ഞവൾ മഹാരാജരെ, അരിമക്കനിയായ മണിമാരേ, മരുങ്ങും വിരിപ്പിൽ ഞാൻ ഉറങ്ങിയിരുന്ന മതമാൽ തുടമ്മൽവ നിവന്നിരുന്ന കരമന്നഹേദിൽ തിസാറും നീക്കി കാമാഹലം തീർപ്പ തരങ്ങൾ നോക്കി. വാതിൽ തുറന്നപ്പോൾ മനഞ്ഞൊടുങ്ങി. അസീസിന്റെ മനഞ്ഞൊടുങ്ങോ? നിങ്ങൾ പറയും. സ്വന്തം ഭാര്യ തന്റെ അടിമയെ ബലമായി കയറി പിടിക്കുന്ന രംഗം. അത് മാത്രമല്ല, ഇവിടെ വേഷം എങ്ങനെയാ? വേഷം കണ്ടിട്ട് സുലേഖയോട് ചോദിക്കാണ്, പെണ്ണേ 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 സുലേഖ, ഇതെന്തോന്നാ? എന്താണ് ഇത് വേഷം? എത്താപത് പരിപാടി? എന്താ ഇവിടെ പരിപാടി? എങ്ങനെയാണ് സുലേഖ നിൽക്കുന്നത്? എങ്ങനെയാണ്? ആശാ മുറിഞ്ഞവൾ മഹാരാജരെ, വാതിൽ തുറന്നപ്പോൾ വദനം തുടുത്ത് കണ്ണുകൾ കലങ്ങി പാതി മുടിക്കെട്ട് അഴിഞ്ഞുകൊണ്ട് സുലേഖാന്റെ മുടിക്കെട്ട് പകുതി അഴിഞ്ഞക്കണ്. മാറും തുറന്നവൾ നിൽക്കുന്നുണ്ട്. മാറും തുറന്നുകൊണ്ടാണ് നിൽക്കുന്നത് എന്നാണ് കഥയിൽ പറയുന്നത്. അത് യൂസുഫ് നബി മാറു തുറന്നതല്ല, സുലേഖ കരുതി കൂട്ടി ആ ഓട്ടത്തിന്റെ ഇടയിൽ മാറു ഒന്നും തുറന്നതാ. എന്നാ അത് കണ്ടിട്ടെങ്കിലും യൂസുഫ് ഇങ്ങോട്ട് വന്നാലോ കരുതിയിട്ട്. ഏയ് നോക്കിങ്ങള്, ഇനിയിപ്പൊ തടി കിട്ടിയ പുലി പുല്ലും തിന്നാന്ന് പറഞ്ഞ ജാതിയില് ഇവിടെ സുലേഖ നേരെ എന്ത് ചെയ്യുന്നു? തന്റെ ഭർത്താവായ അസീസിനോട് പറയാ, ആശാ മുറിഞ്ഞവൾ ഇനിയിപ്പോ ഒന്നും നടക്കൂല. രാജാവിനോട് പറയുകയാണ്, അരിമക്കനിയായ മണിമാരരെ, പൊന്നു ഭർത്താവേ, ഞാൻ എന്റെ വിരിപ്പിൽ ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ അടിമയായ യൂസുഫ് വന്നിട്ട് എന്റെ തുടമ്മൽ വന്നിരുന്നു. കരം എന്നഹദിൽ ബത്തെ, തന്റെ കൈ തന്റെ മാർവിടത്തിൽ വെച്ചു. പറയാ, ഇസാറും നീക്കി, തുടമ്മൽ ഇരുന്നിട്ട് തന്റെ അരവുടുപ്പ് നീക്കി. ഷർട്ട് നീക്കുന്നല്ല, അരവുടുപ്പ്, തന്റെ തുണി. പഴയ കാലത്തൊക്കെ തുണി എടുക്കും പെണ്ണുങ്ങള്, ഇന്നത്തെ പോലെയല്ല. ആ രൂപത്തിൽ കാമാഹലം തീർപ്പാൻ തരങ്ങൾ നോക്കി. യൂസുഫ് തന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചു. ബലാത്സംഗം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഞാൻ ഉറങ്ങുന്ന സമയമല്ലേ. ആ സമയത്ത് ഇവന്റെ ആ രംഗങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ഭയപ്പെട്ട് അന്താളിച്ച, ഭയപ്പെട്ട് കരഞ്ഞു. അങ്ങുമുള്ള പെണ്ണുങ്ങൾ ദാസിമാരെ കൂടി വന്നു. ആ സമയത്ത് ഇവൻ ഇതാ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്ന രംഗമാണ് എന്നും മറ്റും പറയാണ്. ആര്? സുലേഖ. മഹാനായിരിക്കുന്ന യൂസുഫ് നബിയെ കുറ്റപ്പെടുത്തുന്നു. മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തെറ്റുകാരനാണോ? അല്ല. ആർക്ക് ബോധ്യമുണ്ട്? അസീസിന് ബോധ്യമുണ്ട്. എന്നിട്ട് അവിടെ ഒരു പരീക്ഷണം നടത്തുകയാണ്. തന്റെ ആ കുപ്പായത്തിന്റെ പിൻഭാഗവും മുൻഭാഗവും ഏത് ഭാഗമാണ് പൊളിഞ്ഞത് എന്നൊക്കെ അവിടെ ഒരു പരീക്ഷണം നടത്തുന്നു. മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഷർട്ടിന്റെ പിൻഭാഗമാണ് കീറിയത് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ യൂസുഫ് തെറ്റുകാരനല്ല, നിരപരാധിയാണ് എന്ന് മനസ്സിലാക്കി അസീസ് രാജാവ് തന്ത്രപരമായിട്ട് സുലേഖയിൽ നിന്ന് യൂസുഫ് നബിയെ അകറ്റുന്നു. എങ്ങനെ? ജയിൽ ശിക്ഷ വിധിക്കുക. അപ്പൊ സുലേഖ പറഞ്ഞു, ഇങ്ങനൊക്കെ ചെയ്താലും യൂസുഫിനെ കൊല്ലണ്ട, ജയിലിൽ വെച്ചാ മതി, എന്നാലെങ്കിലും ഇതിനൊന്ന് കാണാലോ. മനസ്സിലതാ, കൊന്നാ പിന്നെ കാണാൻ പറ്റൂല. സുന്ദരമായ ചരിത്രമാണ്. ജയിലിൽ കിടക്കുന്ന രംഗം, അത്ഭുതങ്ങൾ, പല അത്ഭുതങ്ങളും യൂസുഫ് നബി കാണിക്കുന്നു. സ്വപ്നസാരങ്ങള്, സ്വപ്ന വ്യാഖ്യാനങ്ങള്, അതൊക്കെ മലക്ക് ജിബ്രീൽ വന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് സ്വപ്നസാരങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അവസാനം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് സുലേഖയെ കാണുന്നു. നേരമിൽ നബിയാർ സുലേഖ ഒരു കിളവിയായിട്ട് ഇങ്ങനെ മിസ്രിന്റെ റോട്ടിലൂടെ പോകുന്ന രംഗമൊക്കെ വരാനുണ്ട്. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ കൽപ്പന പ്രകാരം സുലേഖയെ വിവാഹം ചെയ്യുന്ന രംഗമൊക്കെ ഉണ്ട്. സുന്ദരമായ ചരിത്രം ഒരല്പം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വല്ല ന്യൂനതകളും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, സവിനയം പൊറുക്കുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.